Okay, we'll continue with the biological functions of lipids. It is the storage compounds for the reserve energy of the body. Fat stored in subcutaneous tissues എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള tissues help in insulation of body heat. Steroid hormones are lipids. പിന്നെ some vitamins like vitamin A are lipids. A, D, E and K are fat soluble vitamins. അപ്പോൾ അതിൻ്റെയൊക്കെ അതിനെ ഡിസോൾവ് ചെയ്ത് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഫാറ്റ് ടിഷ്യൂസ് അറൗണ്ട് വൈറ്റൽ ഓർഗൻസ് ഹെൽപ്പ് ദം ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. പിന്നെ അടുത്ത പോയിൻ്റാണ് മൈലിൻ ഷീത്ത് കവറിംഗ് നെർവ് ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ലിപ്പിഡ്സ് വിച്ച് ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. മൈലിൻ ഷീത്ത് നെർവ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നെർവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ ഈ നെർവ്സ് ആണ് എല്ലാ ഇമ്പൾസുകളും കണ്ടക്ട് ചെയ്യുന്നത്. പെയിൻ ആണെങ്കിലും റെസ്പോൺസുകളാണെങ്കിലും എല്ലാ തരം റെസ്പോൺസുകളും ഈ നെർവ് ഫൈബേഴ്സിൽ കൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നെർവ് ഫൈബേഴ്സിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റാണ് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് ഈ മൈലിൻ ഷീറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ദ ഫോസ്ഫോലിപ്പിഡ് സ്ഫിംഗോമൈലിൻ. സ്ഫിംഗോമൈലിൻ എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണല്ലോ ഈ ഇമ്പൾസുകളെല്ലാം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നഷ്ടപ്പെട്ടു പോകാതെ ആ നെർവിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത്. അതല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നെർവ് ഇമ്പൾസ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വരും. ലിപ്പിഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെൽ മെംബ്രെയിൻ. അപ്പോൾ എല്ലാ സെല്ലിൻ്റെയും മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ്സ് വെച്ചിട്ടാണ്. ലിപ്പിഡിൻ്റെ ഒരു ലെയർ ഉണ്ടാകും എല്ലാ സെൽ മെംബ്രെയിനിലും. ഓക്കെ, ഫോസ്ഫോഗ്ലിസറൈഡ് ലെസിത്തിൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ലിപ്പിഡ് ഇൻ ദ സെൽ മെംബ്രെയിൻ. എല്ലാ സെൽ മെംബ്രെയിൻസിലും ലിപ്പിഡ്സ് ഉണ്ട്. ആ ലിപ്പിഡ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലെസിത്തിൻ എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറൈഡാണ്. ഈ ഫോസ്ഫോഗ്ലിസറൈഡാണ് ഏറ്റവും അധികം സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ലിപ്പിഡ്. ഈ ലെസിത്തിൻ്റെ അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ലെസിത്തിൻ ആക്ട്സ് ആസ് എ ലിപ്പോട്രോപ്പിക് ഫാക്ടർ പ്രിവെൻറ്റിംഗ് അക്യൂമുലേഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ലിവർ. ഇപ്പം ലിവറിലാണ് ഫാറ്റ്സ് മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെസിത്തിൻ ഉള്ളത് കൊണ്ടാണ് ലിപ്പിഡിൻ്റെ അക്യൂമുലേഷൻ ഇൻ ലിവർ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലെസിത്തിനെ ലിപ്പോട്രോപ്പിക് ഫാക്ടർ എന്ന് പറയും. സെഫാലിൻസ് എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആക്സിലറേറ്റ് ബ്ലഡ് ക്ലോട്ടിംഗ് ബിക്കോസ് ദേ എൻ്റർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ത്രോംബോപ്ലാസ്റ്റിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിലും സെഫാലിൻസ് എന്ന് പറയുന്ന ലിപ്പിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിലും ലിപ്പിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. Waxes generally form protective covering in leaves of plants and thus prevent water loss through leaves. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ലിപ്പിഡ്സിന്. അപ്പോൾ ബയോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബയോളജിക്കൽ ഫങ്ഷൻ സ്റ്റോറേജ് ഓഫ് റിസർവ് എനർജിയാണ്. പിന്നെ ഇൻസുലേഷൻ ഓഫ് ബോഡി ഹീറ്റ് ഉണ്ട്. പിന്നെ ഡിസോൾവ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്. ഹെൽപ്പ് ഇൻറ്റേർണൽ ഓർഗൻസ് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെൽ മെംബ്രെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ്. ഇത് മിക്കവാറും 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പോയിൻറ്റ്സ് ഇട്ടിരിക്കുന്നത്. മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റിസർവ് എനർജി ഓഫ് ദ ബോഡി, ഹീറ്റ് ഇൻസുലേറ്റേഴ്സ് ഓഫ് ദ ബോഡി, ഡിസോൾവിങ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് സെൽ മെംബ്രെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ലിപ്പിഡ്സിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ അതോടെ നമ്മുടെ ലിപ്പിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് തീരുവാണ്. അപ്പോൾ നമ്മുടെ സിലബസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ലിപ്പിഡ്സിൽ ബയോളജിക്കൽ ഫങ്ഷൻസ്, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, കോമൺ ഫാറ്റി ആസിഡ്സ്, ഹൈഡ്രോജിനേഷൻ, ട്രാൻസിഡിറ്റി, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ഐഡിൻ വാല്യൂ, ആസിഡ് വാല്യൂ. ശരിക്കും ലിപ്പിഡ്സ് എന്നാണ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ പേരെങ്കിലും ഇത് സിമ്പിൾ ലിപ്പിഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. സിമ്പിൾ ലിപ്പിഡ്സിൽ തന്നെ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് മാത്രമേ ഉള്ളൂ. വാക്സസ് സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിമ്പിൾ ലിപ്പിഡ്സും കോമ്പൗണ്ട് ലിപ്പിഡ്സും ഡെറൈവ്ഡ് ലിപ്പിഡ്സും
പാർട്സും ഒക്കെ പറഞ്ഞത്, വാക്സസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ നാച്ചുറൽ പ്രൊഡക്ട്സിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ടെർപീൻസ്, ലിപ്പിഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആൽക്കലോയിഡ്സും വൈറ്റമിൻസും കൂടെയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ശരി, ഇതോടെ നമ്മുടെ ഈ ലിപ്പിഡ്സ് എന്നുള്ള ചാപ്റ്റർ തീരുവാണ്.